മുനമ്പം പ്രശ്നമിതാ വഖഫ് ബില്ലിലൂടെ പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്ന BJP പ്രചരണം പൊള്ളയായിരുന്നെന്ന് തെളിഞ്ഞിരിക്കുന്നു. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച വകുപ്പ് മന്ത്രി തന്നെ അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. കേരളത്തിലെ BJP നേതൃത്വം ആകെ മുനമ്പത്തുകാരോട് പറഞ്ഞത് അത്രയും കള്ളമായിരുന്നുവെന്ന് മുനമ്പത്തുകാരും ഇപ്പോൾ തിരിച്ചറിയുന്നു. പിന്നെ എന്തിനാണ് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് മോദിക്ക് നന്ദി പറയിപ്പിച്ചത്, മുദ്രാവാക്യം വിളിപ്പിച്ചത്, തെറ്റിദ്ധരിപ്പിച്ചത്? അതാണ് BJP. അങ്ങനെയൊക്കെയാണ് BJP രാജ്യത്ത് പല നിയമങ്ങളും പാസാക്കിയെടുത്തത്. വഖഫ് ബില്ല് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. നിയമത്തിന്റെ കുരുക്കുകളിലും സാങ്കേതികതകളിലും പെട്ട് സ്വന്തം വീടും സ്വത്തുക്കളും അനിശ്ചിതത്വത്തിലായിപ്പോയ കുറെ മനുഷ്യരെയാണ് ഇത്തവണ BJP തങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് ഉപയോഗിച്ചതെന്ന് മാത്രം. പക്ഷേ BJPയുടെ ദുഷ്ടലാക്ക് ഒടുവിൽ ആ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല വഖഫ് ബില്ല്, മറിച്ച് വഖഫ് ബില്ലിന് വേണ്ടി തങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് സങ്കടത്തോടെ ആ തൊഴിലാളി ജനത വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിരുത്തിയെഴുതിയ വഖഫ് ബില്ല് കൊണ്ട് BJPക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ അത് വർഗീയതയിലൂന്നിയ എന്നും പയറ്റിത്തെളിഞ്ഞ വെറുപ്പിന്റെയും വിഭാഗീയതയുടെയും വഞ്ചനയുടെയും തെരഞ്ഞെടുപ്പ് ലാഭം മുന്നിൽ കണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിൽ കേരളത്തിന് പുറത്ത് കുറച്ചുകൂടി വിശാലമായ വിഭജന രാഷ്ട്രീയമാണ്. വഖഫ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള കുടിലതയാണ്. വഖഫ് ബില്ലിന്റെ ഏത് വകുപ്പ് വെച്ചാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഈ നിമിഷവും BJPക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു പരിഹാരം വഖഫ് ബില്ലിൽ ഇല്ല. ഇത് പറഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. എന്താണ് അമിത്ഷാ പറഞ്ഞത്? ഇനിയുള്ള കാലത്തേക്ക് ചെയ്യാൻ പോകുന്ന വഖഫിനെ സംബന്ധിച്ചു കൊണ്ടുവരുന്ന നിയമ ഭേദഗതിക്ക് എന്തിനാണ് പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കുന്നതെന്നായിരുന്നു. എന്നുവെച്ചാൽ ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ്. ഏത് വകുപ്പ് കൊണ്ട് പരിഹരിക്കുമെന്ന് ഒരു BJP നേതാവും പറയാത്ത വഖഫ് ബില്ല് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും റിജിജു തുറന്ന് സമ്മതിക്കുന്നതുവരെ BJP മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിച്ചു. മോദിക്ക് ജയ് വിളിപ്പിച്ചു. റിജിജു പറയുന്നത് വരെ മാധ്യമങ്ങളും ആ സംശയത്തിന്റെ ആനുകൂല്യം BJPക്ക് കൊടുത്തു. പക്ഷേ ഇപ്പോൾ എല്ലാം വ്യക്തമാണ്, കൃത്യമാണ്. മുനമ്പത്തുകാരെ BJP പറഞ്ഞു പറ്റിച്ചു. പുതിയ കാര്യമേ അല്ല. പക്ഷേ BJP ഉണ്ടാക്കിയ കുരുക്ക് അപ്പോഴും തീരുന്നില്ല. ഏത് വഖഫ് ബോർഡാണ് ഇനി വരിക? ഏത് വഖഫ് ട്രിബ്യൂണലാണ്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി തീരുമാനമെടുക്കുക? തുടങ്ങി കുറെ കൂടി സങ്കീർണമാക്കുകയാണ് BJPയും അവർ കൊണ്ടുവന്ന പുതിയ വഖഫ് ബില്ലും മുനമ്പത്തുകാരോട് ചെയ്തത്. അതായത് പരിഹാരമില്ലെന്ന് മാത്രമല്ല, പരിഹാരത്തിനുള്ള സാധ്യതയെ കൂടി സങ്കീർണമാക്കുന്നു. ഇതാണ് BJP കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യന്തം നിസ്സഹായരായ മനുഷ്യരെ പോലും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുമെന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയം കൂടിയാണ് മുനമ്പത്തിലൂടെ വെളിവായത്. പിന്നെ എങ്ങനെയാണ് മുനമ്പത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാവുക എന്ന ചോദ്യം അപ്പോഴും ബാക്കിയുണ്ട്. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മുനമ്പം നിവാസികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട പരിരക്ഷ ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. മുനമ്പം ജനതയും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കി മുനമ്പത്തുകാരുടെ ആശങ്ക പരിഹരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇരപിടിക്കാൻ അവർ വീണ്ടും വരും, മറ്റൊരു വേഷത്തിൽ. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും.